തുടർച്ചയായിട്ട് ഒരുപാട് വിവാദങ്ങൾ പലരുടെയും വരുന്നുണ്ട്. ഒരുപാട് സ്ക്രീൻഷോട്ടുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു യൂത്ത് നേതാക്കളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് അത് ഇവിടുത്തെ വിജയസാധ്യതയെ എങ്ങനെയെങ്കിലും ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ വളരെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അയാളെ ഒരു പാർട്ടിയുമായിട്ട് അത് കണക്ട് ചെയ്യപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായ ഒരു ക്വസ്റ്റ്യൻ. അയാൾക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അയാൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിലേക്ക് പെടുന്നതല്ല എന്നുള്ളത് വളരെ കൃത്യമായി പാർട്ടി പറയുകയും അതിനുള്ള മുഴുവൻ സംവിധാനങ്ങളിൽ നിന്നും അയാൾ ഒഴിവായി പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ വളരെ പേഴ്സണലായി ഒരാൾക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ ഒരു ഒഫൻസിൻ്റെയോ അല്ലെങ്കിൽ ഗ്രീവൻസിൻ്റെയോ ഒരു ക്രിമിനാലിറ്റിയുടെ ഒന്നും പിന്നെ ഒരു അളവെടുക്കാൻ ഇവിടുത്തെ കോടതിയോ നിയമമോ സംവിധാനങ്ങളോ ഉപയോഗിക്കപ്പെടുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ നറേറ്റീവ്സ് ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനൊന്നും ഒരു ഗ്രാവിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു ഗ്രിപ്പുള്ള ഒരു ആർഗ്യുമെൻറ്റിലേക്ക് ഈ സാധനം ഇതുവരെ വന്നിട്ടില്ല. ഇതിങ്ങനെ പറഞ്ഞു വെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത്തരം കാര്യങ്ങളിലേക്കൊന്നും വരുന്നില്ല. അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. പാർട്ടി ആദ്യഘട്ടത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ അത്തരം വിഷയങ്ങളെ തള്ളി പറഞ്ഞിട്ടുള്ള ഒരാളല്ല പാർട്ടി. ഒരാൾ നഷ്ടപ്പെട്ടു പോയാലും അല്ലെങ്കിൽ ഒരാളില്ലാതായി പോകുമ്പോഴും പാർട്ടി നിലനിൽക്കുമെന്നും ഇതിൽ ഒരുപാട് മനുഷ്യർ നിരന്തരം പോസ്റ്റർ ഒട്ടിക്കാനും കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെ ഇതിൽ ധാരാളം മനുഷ്യരുണ്ട്.